भद्रं कर्णे विश्वविनामदेवाः भद्रं पश्येमाक्षभिर्यजस्त्राः स्थिरैरङ्गैः पुष्पवान्तस्तनूभिः विसेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो वरिष्ठनेमि स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10ാമത്തെ സത്സംഗമാണിത്. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ശ്രീകൃഷ്ണ ബാലലീലകൾ എന്നുള്ളതാണ്. ആദ്യത്തെ അരമണിക്കൂർ നമ്മൾ കഥകൾ പറയുന്നു, പിന്നെ ഒരു അരമണിക്കൂർ പകുതി സമയം നമ്മൾ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ തുടരുന്ന ഒരു രീതി. ഇന്നൊരു ചെറിയൊരു ഇതുകൂടെ ഉണ്ട്, ഒരു പരിവാര അവതാരം എന്ന് പറയുന്നൊരു വിഷയം കൂടെ ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭഗവാൻ അവതരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആരൊക്കെ അവതരിക്കണം എന്ന് ഭഗവാൻ തീരുമാനിക്കും. അത് ഞാൻ വിശദമായിട്ട് പറയാം. നമ്മളുടെ ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 ഭാഗവതം, ഈ ശ്രീകൃഷ്ണ കഥകൾ 2 മഹർഷിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് മഹാഭാഗവതം വ്യാസമഹർഷിയുടെയാണ്. വ്യാസമഹർഷിയുടെ മഹാഭാരതത്തിൽ അദ്ദേഹം 11,000 ശ്ലോകങ്ങളും 10 അവതാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗർഗമഹർഷി ഒരു ഭാഗവതം എഴുതിയിട്ടുണ്ട്. അത് ഗർഗഭാഗവതം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗർഗമഹർഷിയും വ്യാസമഹർഷിയും സമകാലീനരായിരുന്നു, ഒരേ സമയത്ത് ജീവിച്ച ആൾക്കാരായിരുന്നു. വ്യാസമഹർഷിക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തത് നാരദനാണ്. എന്നാൽ ഗർഗമഹർഷി ശ്രീകൃഷ്ണൻ്റെയൊക്കെ കുലഗുരുവായിരുന്നു. യദുകുലത്തിൻ്റെ ആചാര്യനായിരുന്നു ഗർഗമഹർഷി. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗവതത്തിൽ പ്രധാനമായിട്ടും ശ്രീകൃഷ്ണ കഥകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. വ്യാസമഹർഷിയുടെ ആണെങ്കിൽ 10 അവതാരങ്ങളെക്കുറിച്ചുണ്ട്. ഇപ്പോൾ വ്യാസമഹർഷിയുടെ ഒരു സങ്കല്പത്തിൽ അല്ലെ കഥകളിൽ വരുന്നത്, ഭഗവാൻ ഏറ്റവും നമ്മുടെ സൂപ്പർ ഗോഡ് എന്ന് പറയുന്നത് മഹാവിഷ്ണു, അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ട് ലക്ഷ്മി ദേവിയാണ്. അവരുടെ വാസസ്ഥാനം വൈകുണ്ഠം എന്നാണ് വ്യാസമഹർഷി പറയുന്നത്. ആ വൈകുണ്ഠത്തിൽ തന്നെ പല ബ്രഹ്മാണ്ടങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഓരോ വിഷ്ണു കാരണോദകശായി വിഷ്ണു, അതാണ് സൂപ്പർ സോൾ ഓഫ് കളക്റ്റീവ് യൂണിവേഴ്സ്. അനേക ബ്രഹ്മാണ്ടങ്ങളുടെ സൂപ്പർ സോൾ എന്നാണ് പറയുന്നത്. അടുത്തത് ഗർഭോദകശായി വിഷ്ണു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി പറയുകയാണ്, ഈസ് ദ സൂപ്പർ സോൾ ഓഫ് കളക്റ്റീവ് ലിവിങ് ബീയിങ്സ്. അതിനുശേഷമാണ് നമ്മൾ ക്ഷീരോദകശായി വിഷ്ണു, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന മഹാവിഷ്ണു എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോ വ്യക്തികളിലും ഓരോ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ പരമാത്മാവെന്ന് പറയുന്നതിനാണ് ക്ഷീരോദകശായി വിഷ്ണു. ഈ രീതിയിലാണ് വ്യാസമഹർഷിയുടെ ഒരു കഥകളും ഭാവനകളും എല്ലാം പോകുന്നത്. എന്നാൽ ഗർഗമഹർഷി പറയുമ്പോൾ അദ്ദേഹം ഭഗവാനെ ഗോലോകധാമം എന്നാണ് പറയുന്നത്, വൈകുണ്ഠമല്ല, ഗോലോകധാമം. ആ ഗോലോകധാമത്തിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസവും 2 ദിവസം കൊണ്ടൊന്നും തീരത്തില്ല, അത്ര വർണ്ണിച്ചിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ഗോവർദ്ധനം, ഈ ഗോകുലത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം അവിടെയും ഉള്ളതായിട്ടാണ് പറയുന്നതെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരിക്കലും എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമുക്കെല്ലാം അറിയാം, ഈ കംസനെ വധിക്കാനായിട്ട് ഭഗവാൻ അവതരിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം വൈകുണ്ഠത്ത് പോയിരുന്നു, ഭഗവാനോട് പറഞ്ഞു അവതരിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ കഥകൾ നമുക്കറിയാം. ഇതിനകത്തും കഥകൾ അങ്ങനെ തന്നെയാണ്, കഥകൾക്കൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ അവർ വൈകുണ്ഠത്തിൽ പോയി, ഇവിടെ ഗോലോകധാമത്ത് പോകുന്നു.
അപ്പോൾ ഗോലോകധാമത്ത് ആദ്യം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഇവരെല്ലാം ചെന്ന സമയത്ത് അവിടെ കാവൽക്കാർ അവരെ അവിടെ തടഞ്ഞു. വെരി സിമ്പിൾ, നിങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റുന്നില്ല എവിടുന്നാണ് വന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏത് ഭൂമിയിൽ നിന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു ഒരു വെയിറ്റ് ചെയ്യാൻ, ഞാൻ അകത്ത് പോയിട്ട് വരാം. അപ്പോൾ അകത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു ശ്രീകൃഷ്ണ സഖി, അവിടെ കൂടുതലും ഭഗവാന്റെ ദാസന്മാരായിട്ടുള്ളതും ദാസിമാരായിട്ടുള്ള എല്ലാവരാണ് കാര്യങ്ങൾ നോക്കുന്നത്. ആ ഒരു ശ്രീകൃഷ്ണ സഖി വന്നു. അവരുടെ പേര് ചന്ദ്രാനന എന്നായിരുന്നു. ചന്ദ്രാനന വന്നിട്ട് ചോദിച്ചപ്പോൾ ഇവർ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും മറ്റ് ദേവന്മാരും എല്ലാവരും ഉണ്ട്. അവരുടെ ഈ ദുഃഖമറിയിക്കാൻ ചെന്നതാണ്. കംസൻ്റെയൊക്കെ ശല്യം കാരണം ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഭൂമിയിൽ ഭാരം കൂടുന്നു എന്ന് പറഞ്ഞ് ചെന്നതാണ്. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് അവരും ചോദിച്ചു. അപ്പോൾ അവർക്കും അറിയത്തില്ല. അതെന്താ അങ്ങനെ ചോദിച്ചു. കാരണം അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ട്. എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ഭൂമിയും അതും ഇതും ഒക്കെ ഉണ്ട്. വിഷ്ണുവും ശിവനും എല്ലായിടത്തും ഉണ്ട്. അത് നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നിങ്ങൾ ആ ദുഃഖം അറിഞ്ഞാലല്ലേ അവിടെ നമുക്ക് പ്രോബ്ലം. അപ്പം ഇവർ തമ്മിൽ നോക്കി ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ പെട്ടെന്ന് ബ്രഹ്മാവിനൊരു ബുദ്ധി തോന്നി. ബ്രഹ്മാവ് പറഞ്ഞു, വാമനാവതാരത്തിൽ ഭഗവാന്റെ നഖം കണ്ട ഒരു ഭൂമിയില്ലേ, ആ ഭൂമിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. വാമനാവതാരത്തിൽ ഈ ഭൂമി ഇങ്ങനെ അളന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ പാദത്തിലെ നഖം ഭൂമിയിൽ ഒന്ന് തൊട്ടായിരുന്നു. ആ ഭൂമിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നതെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോൾ ചന്ദ്രനക്ക് മനസ്സിലായി, ഓ അത് ഇന്ന ബ്രഹ്മാണ്ടമാണ്, വരിക എന്ന് പറഞ്ഞ് ഭഗവാനെ അവരെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞു. ഭഗവാന്റെ അടുത്ത് ചെന്നു. ഭഗവാൻ കണ്ടു, ദൂരെ തന്നെ എല്ലാം കണ്ടു. അവിടെ ചെന്നപ്പോൾ ഇവർക്ക് അതിശയം, അവിടെ കാണുന്നതെല്ലാം കൃഷ്ണരൂപികളാണ്. ഈ ഭഗവാന്റെ അവിടെ ഉള്ള എല്ലാ കൃഷ്ണൻ്റെ അതേ നിറവും ഏതാണ്ട് ഭഗവാന്റെ കൂട്ടിരിക്കുക എല്ലാവരും. അവിടെ ചെന്നു ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ മനസ്സിലായി. പതുക്കെ മുമ്പോട്ട് പോയ ഈ ഭൂമിയിൽ നിന്ന് പോയ മഹാവിഷ്ണു പോയി ആ ഭഗവാനിലോട്ട് ലയിച്ചു. ബ്രഹ്മാവും പോയി ലയിച്ചു, ശിവനും പോയി ലയിച്ചു. ബാക്കി ദേവന്മാർ നോക്കി നിൽക്കുക ഇതെന്താണ്. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇവിടെ കൃഷ്ണനാണ്, രാധയും കൃഷ്ണനാണ്. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, താമസിയാതെ തന്നെ ഞാൻ നിങ്ങളുടെ ഭൂമിയിൽ വന്ന് അവതരിക്കാം, നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരാം എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി വന്നു. അങ്ങനെയാണ് ഇതാണ് ആ ഗോലോകധാമം. ആ ഭഗവാനെ ദർശിക്കുന്നത് കണ്ടോ, എല്ലാം കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം കൃഷ്ണൻ്റെ രൂപികൾ തന്നെ ആണെന്നുള്ളതാണ്. അവിടെയാണ് കൃഷ്ണൻ പറയുന്നത് ഒരു പരിവാര അവതാരത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. പരിവാര അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കൂടെ ആരൊക്കെ ജനിക്കണം എന്നുള്ളതാണ്. കൂടെ പിറക്കുന്ന ആ വീട്ടിൽ നിന്നുള്ളതല്ല, ഭഗവാന്റെ അവതാര സമയത്ത്. ആദ്യത്തെ അവതാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം വരെ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി അവതരിച്ചു. ആ കാര്യം കഴിഞ്ഞപ്പം ഭഗവാൻ തിരോഭവിച്ചു എന്നുള്ളതാണ്. കുറേ കാലം ഉണ്ടായിരുന്നത് പരശുരാമനാണ്. പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ റോൾ വേറെയായിരുന്നു. എന്നാൽ ശ്രീരാമ അവതാരത്തിലും ശ്രീകൃഷ്ണ അവതാരത്തിലുമാണ് പൂർണ്ണമായിട്ടൊരു മനുഷ്യനായിട്ട് ജീവിച്ച് ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഭഗവാൻ പോകുന്നത് ഈ രണ്ട് അവതാരത്തിലാണ്. ഇപ്പോൾ ഈ ഓരോ അവതാരത്തിലും തൻ്റെ കൂടെ ആരൊക്കെ വരണം എന്ന് ഭഗവാൻ തീരുമാനിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ അവതാരത്തിൽ നമ്മൾ തന്നെ തോന്നും മഹാഭാരതം യുദ്ധത്തിൽ ഏതാണ്ട് 18 അക്ഷൗഹിണി പടയായിരുന്നു ഉണ്ടായിരുന്നത്. 11 കൗരവർക്കും 7 പാണ്ഡവർക്കും. ഇതിലെല്ലാം കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3,93,660 ആന ഉണ്ടായിരുന്നു. 11,880,980 കുതിര ഉണ്ടായിരുന്നു. ഏതാണ്ട് 19,61,000 മനുഷ്യർ കാലാളുണ്ടായിരുന്നു. എല്ലാം കൂടെ ടോട്ടൽ ജീവികളായിട്ട് അതിനകത്തുണ്ടായിരുന്നത് ഏതാണ്ട് 27-28 ലക്ഷം. അവരെല്ലാം വെറുതെ മരിച്ചു പോയതല്ലേ നമ്മൾ വിചാരിക്കും. അല്ല, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. കാരണം ഞാൻ ജനിക്കും. കാരണം എല്ലാവരും നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ, ഭഗവാനെ എപ്പോഴെങ്കിലും ഒന്ന് കാണണം, ഒന്ന് ദർശിക്കണം, ഒന്നുമല്ല കണ്ണടച്ച് സ്വപ്നത്തിലെങ്കിലും ഭഗവാനെ ഒന്ന് കാണണം എന്ന് നമ്മളെല്ലാ ഭക്തന്മാരും ആഗ്രഹിക്കുന്നതാണ്. ഇതുപോലെ ഭഗവാന്റെ ഓരോ അവതാരത്തിലും പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അയ്യോ ദൈവമേ, ഭഗവാന്റെ കൂടെ ഒന്ന് ജനിക്കാൻ പറ്റില്ല, ഭഗവാന്റെ കൂടെ സമയം നമുക്ക് കളയാൻ പറ്റുന്നെങ്കിൽ എത്രയോ നല്ലത്. അങ്ങനെ ആർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ അവർക്കെല്ലാം ഈ അവസരം കൊടുക്കും. അതുകൂടാതെ നമ്മളെല്ലാം പറയും കർമ്മബന്ധങ്ങളെല്ലാം തീർന്നാൽ നമ്മൾക്ക് മുക്തി കിട്ടുമെന്ന്. അപ്പം നമ്മുടെ കർമ്മബന്ധങ്ങളെല്ലാം തീർന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ നേരെ വൈകുണ്ഠത്തിലോട്ട് പോകത്തില്ല. അവിടെ ഭഗവത് ദർശനവും ഭഗവാന്റെ കൂടുതൽ ഇത് ഉണ്ടായിട്ടാണ് ഭഗവാൻ നമ്മളെ കൊണ്ടുപോകുന്നത്. ശരിക്കും ഈ 28 ലക്ഷം കാലാളും അവർ വരുമെന്ന് പറഞ്ഞ് അവർക്ക് മുക്തി കിട്ടിയതാണ്, മോക്ഷം കിട്ടിയതാണ്. ഭഗവാന്റെ കൂടെ അവർ യുദ്ധം ചെയ്തു, അത് ചെയ്തു, ഇതെല്ലാം ചെയ്ത് ഭഗവത് ദർശനവും എല്ലാം കിട്ടി.
അവർ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടി, ഭഗവാൻ കൊണ്ടുപോകുന്നതാണ്. ഇതുകൊണ്ടാണ് താൻ ആ ഒരു അവതാരം എടുക്കുമ്പോൾ ആർക്കൊക്കെ അവതരിക്കാം എന്ന് ഭഗവാൻ അറിയാം. കാരണം അതിന് സ്യൂട്ടായിട്ടുള്ള സോൾസ് ആരൊക്കെയുണ്ട്. ആ സ്യൂട്ടായിട്ടുള്ള സോൾസ് എന്ന് പറയുമ്പം ഒരു അമീബ മുതൽ ജീവനുള്ള ഏത് വസ്തു, ഒരു വലിയ ആനയോ അല്ലെങ്കിൽ തിമിംഗലോ വരെ ആകാം. ഇതെല്ലാം അതിനകത്ത് ഒരു ജീവനിൽ വരുന്നതാണ്. അങ്ങനെ ഭഗവാൻ പറയും. ഉടനെ അവിടെ വെച്ച് തന്നെ ഇവരോട് പറയും, ഞാൻ അവതരിക്കാൻ പോവുകയാണ് ഗോകുലത്തിൽ കൃഷ്ണനായിട്ട്, എൻ്റെ കൂടെ ആരൊക്കെ അവതരിക്കണം എന്ന് ഭഗവാൻ പറയും. അതിൽ വളരെ ചുരുക്കമായിട്ട് ഒരുപാട് വിശദമായിട്ടുണ്ട്, ഞാനത് പോകുന്നില്ല. 1-2 എക്സാമ്പിൾ മാത്രം പറഞ്ഞുതരാം. ശ്രീകൃഷ്ണ പത്നിമാരായി ആരൊക്കെ അവതരിക്കണമെന്ന് ഭഗവാൻ പറയും. ശ്രീദേവി ആണ് രുക്മിണിയായിട്ട് അവതരിക്കുന്നത്, പാർവതി ദേവിയാണ് ജാമ്പവതിയായിട്ട് വരുന്നത്, തുളസി ദേവിയാണ് സത്യയായിട്ട് വരുന്നത്, ഭൂമിദേവി സത്യഭാമയായിട്ടും ദക്ഷിണ ലക്ഷണയായിട്ടും, വിരജ അതായത് യമുന കാളിന്തി നദിയായിട്ടും സൂര്യപുത്രിയായിട്ടും, ഗംഗ മിത്രവിന്ദയായിട്ടും, കേകയ രാജപുത്രിയായിട്ടുള്ള അവർ ഭദ്രയായിട്ടും വരും. ഇനി ഗർഗഭാഗവതത്തിൽ രാധയാണ് പ്രഥമ ഭക്തി. രാധയും കൃഷ്ണനും തമ്മിലുള്ള വിവാഹം നടക്കുന്നതായിട്ട് ഗർഗഭാഗവതത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതാണ്ടൊരു ഭഗവാൻ 8-10 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ ഒരു സത്സംഗത്തിൽ അത് മാത്രമായിട്ട് വിശദമായിട്ട് വരുന്നതായിരിക്കും. ഇനി ഇതുകൂടാതെ ഈ പത്നിമാരെ കൂടാതെ അമ്പാടിയിൽ കൃഷ്ണസഖിമാരായി പിറന്നവർ 100 യൂഥമാണ്. ഒരു യൂഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 100 കോടിയാണ്. അത് ആരൊക്കെയാണെന്നും ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഗോലോകവാസികൾ, ദ്വാരവാസികൾ, ദ്വാരപാലികമാർ, ഗോവർദ്ധനവാസികൾ, പരിചാരണികൾ, അതെല്ലാം ഗോപികമാരിൽപ്പെടും. ഇനിയോ ഗോപീയൂഥങ്ങൾ പലതരമാണ്. യമുനായൂഥം, ഗംഗായൂഥം, രേവായൂഥം, മധുമാധവയൂഥം, വിരാജയൂഥം, ഇങ്ങനെ ലളിതായൂഥം, കുറേ യൂഥങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗോപി യൂഥത്തിലെല്ലാം തന്നെ ഭഗവാൻ പറയുന്ന അവരെല്ലാം വന്ന് അവതരിക്കണമെന്ന് പറഞ്ഞു. ഇനി ഇവരെ കൂടാതെ പറയുന്നുണ്ട് ഭഗവാൻ ശ്രുതിരൂപകൾ, മിഥിലാപുരവാസികൾ, കോസലവാസികൾ, അയോധ്യാവാസികൾ, യജ്ഞസീതാസ്വരൂപിണികൾ, ഇങ്ങനെയെല്ലാം ഇവരെല്ലാം ഈ ഗോപീയൂഥത്തിൽ പെടുന്നവരാണ്. വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഈ പറഞ്ഞ ജീവാത്മാക്കളെല്ലാം, ജീവികളെല്ലാം ഈ ദ്വാപരയുഗത്തിലോ അല്ലെങ്കിൽ ത്രേതായുഗത്തിലോ ഒക്കെ ഭഗവാന്റെ കൂടെ ഒന്ന് കഴിയാനോ ഭഗവാനെ കാണാനോ ഭഗവാന്റെ ഒരു സാമീപ്യം ഒക്കെ അവർ ഇച്ഛിച്ചിരുന്നവരാണ്. അന്ന് അവർക്ക് അവരത് മനസ്സിലാക്കി അവരുടെ കർമ്മബന്ധങ്ങളെല്ലാം ഒഴിഞ്ഞപ്പോൾ ഞാൻ അവതരിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്ന് ജനിച്ച് മുക്തി നേടാം എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചാണ്. അതുകൊണ്ടാണ് അവരെല്ലാം. അതിൽ ഒരു എക്സാമ്പിൾ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞസീതാ സ്വരൂപിണികൾ നമ്മളിവിടെ കണ്ടു. ഒരു യജ്ഞസീതാ സ്വരൂപിണികൾ യജ്ഞസീതാസ്വരൂപിണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി ഈ രാവണനെ എല്ലാം കൊന്നിട്ട് തിരിച്ച് അയോധ്യ വന്ന് രാജാവായി വാഴുന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം സീതാപരിത്യാഗമൊക്കെ ഉണ്ടായി. പക്ഷേ എങ്കിലും ധാരാളം യജ്ഞങ്ങൾ നടത്തുമായിരുന്നു. അപ്പോൾ ഓരോ യജ്ഞത്തിനും സീതയ്ക്ക് പകരം ഒരു വിഗ്രഹം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ വിഗ്രഹത്തിൽ ആവാഹിച്ചിട്ടാണ് പൂജ ഇത് കഴിയുന്നത്, ആ യാഗം കഴിയുന്നത്. അങ്ങനെ ആ യജ്ഞം കഴിയുമ്പോൾ അടുത്ത യജ്ഞത്തിൽ വേറെ സീത. പക്ഷേ ആ വിഗ്രഹത്തിൽ പോലും ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവമേ എനിക്കിതുപോലെ ഭഗവാന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ പറ്റുന്നെങ്കിൽ, ഭഗവാന്റെ കൂടെ കഴിയാൻ പറ്റിയിരുന്നത് ആ വിഗ്രഹം പോലും ആഗ്രഹിച്ചു. ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ശക്തി വന്നു. അപ്പോൾ അതിന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആഗ്രഹിച്ചു. അതാണ് യജ്ഞസീതാ സ്വരൂപിണികൾ. അന്ന് സീതാരൂപത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ ഗോപികമാരായിട്ട് പിറക്കുന്നത്. അങ്ങനെ പൂർവ്വജന്മത്തിൽ ആരെല്ലാം വരം നൽകിയിട്ടുണ്ടോ അവരെല്ലാം ഗോപി യൂഥത്തിൽപ്പെടും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നിരീഹ ഭക്തിയുടെ നിറവാർന്ന ഒരു കഥകളാണ് ഈ ഗോപിക കഥകൾ. എല്ലാവരും വരും. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഗോപികകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങളെന്ന് മാത്രം എടുക്കരുത്, എല്ലാ ജീവജാലങ്ങളും പെടും. കാരണം ആ ജീവജാലങ്ങളെല്ലാം ഭഗവാൻ അവതരിച്ചപ്പോൾ ഭഗവാന്റെ കൂടെ ജനിക്കാനായിട്ട് വന്നവരാണ്. അവർക്ക് മോക്ഷം കിട്ടാൻ, മുക്തി കിട്ടാൻ വേണ്ടി വന്നവരാണ്. ഇനി ജസ്റ്റ് നമ്മൾ ഈ സാധാരണ നമ്മൾ കഥകൾക്കല്ലല്ലോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കഥകളെല്ലാം നമുക്ക് എല്ലാം കഥകൾ വായിച്ചിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ എങ്കിലും നമ്മൾ അതിൻ്റെ ഒരു താത്വികമായ രീതിയിലാണ് പോകുന്നത്. ഗോപി എന്നുള്ള വാക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നാണ്, പി എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുക എന്നർത്ഥം. അപ്പം ഇന്ദ്രിയദ്വാര പാനം ചെയ്യുന്നവർ, അതായത് സർവ്വ ഇന്ദ്രിയങ്ങളാലും ഈശ്വരനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൂടുതലൊന്നും പറയേണ്ടത് നിങ്ങൾക്കറിയാം. ഗോകുലത്തിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ അവരടുക്കളയിൽ നിൽക്കുമ്പോഴും അവിടെ എല്ലാം അവരുടെ മനസ്സിലും ചിന്തയിലും എല്ലാം കൃഷ്ണനെ ഉള്ളൂ. കൃഷ്ണനെ കൊടുക്കണം, കൃഷ്ണൻ അത് കൊടുക്കണം, കൃഷ്ണന് കൊടുക്കണം, വെണ്ണ കൊടുക്കണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അവർ സദാ അവരുടെ സകല ഇന്ദ്രിയങ്ങളിൽ കൂടും. ചിലപ്പോൾ വേണുഗാനം
ചെവിയിൽ കൂടെ കേൾക്കുന്നൊക്കെ ഭഗവാന്റെ വേണുഗാനം. അപ്പോഴും അവർ ഭഗവാനെ ആസ്വദിക്കുന്നു. ഭഗവാൻ അതിലേ പോകുമ്പം മണം വരുന്നു. ഇതെല്ലാം ഭഗവന്തരം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഭഗവാനെ നിവേദിക്കും കൊടുക്കണമെന്ന് ആഗ്രഹം വരുന്നു. അപ്പോൾ സദാ അവരുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഭഗവാനെക്കുറിച്ചുള്ള ഭക്തി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഭക്തിപരവശരായ സർവ്വ ജീവജാലങ്ങളുമാണ് ഈ ഗോപികമാരായി ജനിച്ചത്. അതാണ് ഈ 100 യൂഥം എന്ന് പറയുന്നതിനുള്ള അർത്ഥം. ഇതാണ് ആ കുറേ വീണ്ടും പറയുന്നുണ്ട് ആരൊക്കെ വന്ന് ജനിക്കണമെന്നൊക്കെ. അത് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഉണ്ട്. ഭഗവാന്റെ കൂടെ ആരൊക്കെ ജനിക്കണമെന്ന് ഇനിയും വിശദമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ബാലലീലകൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവതാരമാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്രാവശ്യം നമ്മൾ പൂതനാമോക്ഷം കഥയാണ് എടുക്കുന്നത്. ആ വാക്ക് തന്നെ ശ്രദ്ധിക്കണം, പൂതനാമോക്ഷം എന്നാണ്. ഈ കഥ എല്ലാവർക്കും അറിയാം, എങ്കിലും ചുരുക്കി ഞാൻ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് പറയാം. പുത്രലാഭത്തിൽ സന്തുഷ്ടനായ നന്ദരാജൻ വളരെ ഇതായി. അപ്പം മകനുണ്ടായെന്നുള്ള വിവരം പോയി മഹാരാജാവായ കംസനെ അറിയിക്കണം. ആ കംസനെ അറിയിക്കാനായിട്ട് അദ്ദേഹം അവിടെ പോകുന്നു. കൂടാതെ ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ട്, അതിനൊക്കെ ആയിപ്പോയി. അവിടെ ചെന്ന സമയത്ത് ആ കംസസന്നിധിയിൽ നടക്കുന്നത് ഒരു വലിയ അവരുടെ ഒരു ദർബാർ നടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശരീരി വന്നിട്ടുണ്ട്, ഈ കംസ നിന്നെ വധിക്കാനുള്ള ആളിവിടെ പിറന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ അവരിങ്ങനെ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അവർ പറയുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നേക്കൊരു 10 ദിവസം മുമ്പ് പറഞ്ഞ എല്ലാ കുട്ടികളെയും നമുക്ക് വധിച്ചിരിക്കാം. അങ്ങനെയൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നന്ദഗോപരൊക്കെ അവിടെ ചെല്ലുന്നത്. ആ കൂട്ടത്തിൽ ഇവരിങ്ങനെ ആലോചിച്ച കൂട്ടത്തിൽ ഇതാണ് അവരെല്ലാം കൂടെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കുകയാണ്. കംസപ്രേതരായ അസുരഗണങ്ങൾ ആയിടപ്പുറന്ന കുട്ടികളെ എല്ലാം നശിപ്പിക്കാൻ ആലോചിക്കുക. ആ കൂട്ടത്തിൽ ബകാസുരൻ്റെ ഭഗിനി, അതായത് സഹോദരി ആണ് പൂതന. ബകാസുരന് ഒരു അസുരനുണ്ടെന്ന്. അപ്പോൾ അവരെ വിളിച്ചു. അപ്പോൾ ആദ്യത്തെ ആ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നത്, നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. അവർ സസന്തോഷം അത് സ്വീകരിച്ചു. ശരി, ഞാൻ ചെയ്യാം. അവരങ്ങനെ ഓരോ വില്ലേജിൽ ഓരോ സ്ഥലത്തും പോയിട്ട് ഇവിടെയൊക്കെ ആരെല്ലാം കുട്ടികളെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം വധിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ അവരെല്ലാം കറങ്ങി വളരെ ഇത് ചേർത്തിട്ട് അവസാനം ഗോകുലത്തിലും വരുന്നു. ഗോകുലത്തിൽ വരുന്ന നല്ല ഭംഗിയായിട്ട് ഗർഗമഹർഷി പറഞ്ഞിട്ടുണ്ട്. അഥ ഗോകുലമാസദ്യ ഗോപീഗണാനാം രൂപം ദധാരസാ ദിവ്യം വപു ഷോഡശവാർഷികം. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് വരുന്നത്. 16 വയസ്സുള്ള നല്ല സുന്ദരിയായിട്ട്. അപ്പം ഗോപികമാരൊക്കെ മറ്റുള്ളവരൊക്കെ നോക്കുന്നുണ്ട്, ഒരാൾ വരുന്നല്ലോ, ആരാ അത്, എന്താ നല്ല സുന്ദരിയാണ്, കണ്ടിട്ടത് നോക്കിയിട്ട് എന്താ ഇന്ദ്രാണിയാണോ സരസ്വതിയാണോ രംഭയാണോ തിലോത്തമയാണോ എന്നൊക്കെ അവർ ആലോചിക്കുക. എത്രയ്ക്ക് സൗന്ദര്യം ഇങ്ങനെ വരുന്നു. പക്ഷെ ആർക്കും പോയി ചോദിക്കാനത്. കാരണം ഒരു രാജാവിന് ഒരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പുത്രനെ കാണാൻ ആർക്ക് അന്യ രാജ്യത്തുനിന്ന് കൂടെ ആൾക്കാർക്ക് വരാമല്ലോ. എങ്കിലും എല്ലാവരും ഇങ്ങനെ നിന്നു. അങ്ങനെ അവർ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വരികയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ നടന്ന് അവർ യാതൊരു ഉള്ള നന്ദഗ്രഹത്തിൽ പ്രവേശിച്ചു. നന്ദഗ്രഹത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭഗവാൻ അതിനെക്കാട്ടി കള്ളനാണ്. ഒരുത്തി വന്നു കഴിഞ്ഞ് കൈ നീട്ടിയപ്പോഴത്തേനും ചാടി എങ്കിലും ഭഗവാൻ അറിയാൻ ഇതൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നുണ്ട്, എൻ്റെ തടസ്സം വേണ്ട. അപ്പോൾ അവർക്കും യശോദയ്ക്കും അവർക്ക് ആർക്കും രോഹിണിക്കും ഒന്നും ഒരു സംശയം തോന്നിയില്ല. അപ്പോൾ കുട്ടിയെ എടുത്തു തലോചിച്ചു. അവർ ഈ കൃഷ്ണൻ്റെ ഓരോ കാര്യങ്ങൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇവർ കുട്ടിയെ എടുത്തു, എല്ലാവരും ഒക്കെ ഇങ്ങനെ നിർത്തു. അവരങ്ങനെ കൂടെ അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂതന വന്ന ഉദ്ദേശം എല്ലാവർക്കും അറിയാം. ദധോശിരോർ മഹാഘോര കാളകൂടാവൃതസ്ത്രണം പ്രാണൈസാർദ്ധം പവോ ദുഗ്ധം കടുരോഷാവൃതോ ഹരിം. ഭഗവാനെ പാല് കൂട്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അത് മനസ്സിലായി. ഭഗവാൻ അത് സ്വീകരിച്ചു. പക്ഷേ ആ പാലിൻ്റെ കൂടെ അവരുടെ പ്രാണനും കൂടി ഭഗവാൻ എടുത്തു എന്നുള്ളതാണ്. പാല് മാത്രമല്ല, പ്രാണനും കൂടി എടുത്തു എന്നുള്ളതാണ്. ഒരാളെ പ്രാണൻ എടുക്കുക, ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷമല്ലേ അത്. അങ്ങനെ ഭഗവാൻ കൂടെ ഇരുന്നു. അവരുടെ കൂടെ ഇരുന്നിട്ട് പതുക്കെ പാല് കുടിച്ച് പ്രാണനും എടുത്തു കഴിഞ്ഞു. പ്രാണൻ പോയി കഴിഞ്ഞപ്പോൾ അവർ ശരിയായ രൂപത്തിൽ വന്നു. ജീവൻ പോയിട്ട് അവർ മല്ല കണക്കെ വലിയ ഘോര രൂപിണിയായിട്ട് താഴെ വീണു. അപ്പോഴത്തേന് ശബ്ദം കേട്ട് അമ്പാടിയിലുള്ളവരെല്ലാം ഓടി വന്നു. നോക്കിക്കഴിഞ്ഞപ്പം ഒരു നിവൃത്തിയില്ലതോ വലിയ മല പോലൊരു രാക്ഷസി കിടക്കുന്നു. അതിൻ്റെ മേളിൽ ഉണ്ണിക്കിടാൻ ഇരിപ്പുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ആണുങ്ങളായിട്ടുള്ളവരെല്ലാം കംസരാജാവിന് പോയിരിക്കുക, ആണുങ്ങളില്ല. അപ്പോൾ അതിനകത്ത് ധൈര്യമുള്ള ചില ഗോപീജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പോയിട്ട് വലിയ കോണിയും ഏണിയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ ഇവരുടെ മേത്ത് ചാരി മേളിൽ കയറി എന്തുവാലും ഒരു രീതി കുഞ്ഞിനെ കൂടി കൊണ്ടുവന്നു.
കുഞ്ഞിനെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്നിട്ട് യശോദാദേവിയുടെ കൈ കൊടുത്തു. സന്തോഷമായ ദൈവമേ, കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയില്ല, അത് തന്നെ ഭാഗ്യം. ഉടനെ പിന്നെ സാധാരണ അമ്മമാരൊക്കെ ചെയ്യാറുണ്ട്, കണ്ണൊടിഞ്ഞിടുന്നു, അത് ചെയ്തു ഇത് ചെയ്തു, പിന്നെ മംഗളാചരണങ്ങൾ പലതും നടത്തി, കളന്തി നദിയിലെ മണ്ണ് കൊണ്ടുവന്നു, ഗോമൂത്രം തലയിൽ കുടഞ്ഞു, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് കുഞ്ഞിനെ ഒന്ന് ശാന്തമാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നന്ദഗോപരും ഒക്കെ തിരിച്ചു വരുന്നത്. അപ്പം പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടോയെന്ന് അറിയുന്നത്. അപ്പോഴും നന്ദഗോപർക്ക് ഓർമ്മ വന്നു, ഈ തമ്മിൽ കണ്ട സമയത്ത് വസുദേവർ ഈ നന്ദഗോപർ പറഞ്ഞ് ആപത്ത് പല രീതിയിൽ വരും, സൂക്ഷിച്ചോണം, ഉണ്ണിയെ ആപത്തിൽ പെടുത്തും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അയ്യോ, അദ്ദേഹം പറഞ്ഞ് ശരിയാണല്ലോ, ഇങ്ങനെയാണല്ലോ വരുന്നതെന്നൊരു പെട്ടെന്ന് തോന്നി. എന്തുവായാലും നോക്കി, കുഞ്ഞിനൊരു കുഴപ്പമില്ല. അങ്ങനെ കുറേ ആൾക്കാർ ചേർന്ന് മഴവും എല്ലാം കൊണ്ടുവന്ന്, ഇത് വലിയ മല കണക്കെ കിടക്കല്ലേ, അത് വെട്ടി മുറിച്ച് എല്ലാമായിട്ട് പൂതനാ ശരീരം യമുനാ തീരത്ത് ദഹിപ്പിച്ചു. അങ്ങനെ ആ രാക്ഷസിയുടെ ശരീരമൊക്കെ എരിഞ്ഞ് അങ്ങ് ചിത വന്നു കഴിയുമ്പോൾ നല്ല സുഗന്ധം, ചന്ദനം അത് ഇതൊക്കെ ആയിട്ടുള്ള നല്ല മണം വരുന്നു. അതായത് ആ സൗരഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവന് മോക്ഷം കിട്ടി. അതാണ് പൂതന മോക്ഷം എന്ന് പറയുന്നത്. മറ്റേ ബകാസുര വധം അത്, ഇത് മോക്ഷം ഭഗവാൻ കൊടുത്തുന്നു. അങ്ങനെ പതിതപാവനായ ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം നൽകി എന്നുള്ളതാണ് ആ കഥ. ഇനി ആ കഥയിൽ നമുക്ക് ബാക്കി തത്വഭാഗത്തിൽ നടക്കാം. പൂതന ആരായിരുന്നു എന്നുള്ളതാണ് ആദ്യം. ഗർഗമഹർഷി പറയുന്നുണ്ട്, ബലിയജ്ഞേ വാമനസ്യ ദൃഷ്ട്വ രൂപമതപ്പരം ബലികന്യാരത്നമാല പുത്രസ്നേഹം ചകാരഹ എന്ന് പറയും. അതായത് മഹാബലിയുടെ ആ ദാന സമയത്ത് 3 ലോകങ്ങൾ മറന്ന് എല്ലാ സമയത്ത് അകത്ത് അന്തഃപുരത്തിലിരുന്നുകൊണ്ട് മഹാബലിയുടെ പുത്രിയായ രത്നമാല ഈ ചെറിയ കുട്ടിയെ, ഈ വാമനെ ദർശിച്ചു. അപ്പോൾ ആ കുട്ടിക്ക്, ചെറുപ്പക്കാരി കുട്ടിയാണ്, ഒരു മനസ്സിലാക്കുന്ന, ദൈവമേ, ഇതുപോലൊരു പുത്രൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ വാരിപ്പുണർന്ന് പാല് കുട്ടി കൊടുത്തേനെ എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നി. സാധാരണ ഒരു സ്ത്രീകൾക്കുണ്ടാകുന്ന ആഗ്രഹമാണ്. ഇത് ഭഗവാൻ അപ്പോഴേ മനസ്സിലായി. അതാണ് ഭഗവാന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ പോലും ഭഗവാൻ അപ്പോഴപ്പോഴ് അറിയാൻ സാധിക്കും. അങ്ങനെ ആ രത്നമാല ആഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് മഹാബലിയുടെ രത്നമാലയുടെ മനോഹര അറിയാൻ കഴിഞ്ഞ ഭഗവാൻ വാമനമൂർത്തി ഭക്തയായ മഹാബലിയുടെ പുത്രിക്ക് മനസ്സാ വരം നൽകി, നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്ന് വരം നൽകി. ആ രത്നമാലയാണ് ഇവിടെ ബകാസുരൻ്റെ സഹോദരിയായി പൂതനയായിട്ട് പിറന്നിരിക്കുന്നത്. ആ പൂതനയായിട്ട് പിറന്നതുകൊണ്ടും എങ്ങനെ മുക്തി കിട്ടി എന്ന് നമുക്കൊരു സംശയം. കാരണം അവർ ഭഗവാനെ കൊല്ലാൻ വേണ്ടിയല്ലേ വന്നത് എന്നുള്ളത്, ആ മുക്തി എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. മുക്തി കിട്ടാനായിട്ടുള്ള വഴികൾ നമ്മൾ പല പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ സംസാരിച്ചു. എങ്കിലും ഭക്തിയുടെ പല ഭാവങ്ങളാണ്. ഒന്ന് ദാസ്യഭാവഭക്തി എന്ന് പറയും. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരിക്കണം ഭഗവാന്റെ ദാസനായിരിക്കുക ഹനുമാന്, കുചേലന്. അവർക്കൊന്നും ഒന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി, ഭഗവാനെ കണ്ടാൽ മതി, ഭഗവാനെ കേട്ടാൽ മതി, അത് മാത്രമേ. ഹനുമാനാണെങ്കിൽ രാമനാമം മാത്രം ജപിച്ചാൽ മതി, ഭഗവാനെ കാണണമെന്നില്ല, കണ്ണടച്ച് ജപിച്ചുകൊണ്ടിരിക്കും. അടുത്തത് ശാന്തഭാവഭക്തിയാണ്. ശാന്തഭാവഭക്തിയിൽ അവർക്കൊന്നും ആവശ്യമില്ല, എന്നാൽ ഭഗവാനെ കാണണം, അത്രേ ഉള്ളൂ. അതിന് ഉദാഹരണമാണ് വിതുരന്, അക്രൂരന്, കുന്തിദേവി, ഭീഷ്മപിതാമഹന്, വിഭീഷണന്, ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അതിനുദാഹരണമാണ്. അടുത്തതാണ് സഖ്യഭാവഭക്തി. അതിനുദാഹരണം കൃഷ്ണനും അർജുനനും തമ്മിലുള്ളതാണ്, ഫ്രണ്ട്ഷിപ്പാണ്, സഖ്യഭാവമാണ്. അടുത്തത് മാധുര്യഭാവഭക്തി എന്ന് പറയും. അത് പ്രേമഭാവത്തോടെ കാണുക. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഗോപികമാർ, അതിനുശേഷമുണ്ടായ ഭക്തമീര, ത്യാഗരാജസ്വാമി, ശ്രീരാമസ്വാമിയെ തന്നെ പൂജിച്ചുകൊണ്ട് ത്യാഗരാജസ്വാമി നമ്മുടെ ഒരു 400 വർഷം മുമ്പുണ്ടായിരുന്ന, ഇവരൊക്കെ മാധുര്യഭാവഭക്തിയാണ്. അടുത്തത് വാത്സല്യഭാവഭക്തി. പുത്രഭാവത്തിൽ കാണാൻ പറ്റും ഭഗവാൻ. ഉദാഹരണം കുറൂരമ്മ, പൂന്താനം, വില്ലുമംഗലസ്വാമി. അതേപോലെ ഈ രത്നമാല ആഗ്രഹിച്ചതും ആ വാത്സല്യഭക്തി അന്നേരം ഉണ്ടായിരുന്നു. പക്ഷെ ആ വാത്സല്യഭക്തി അന്നേരം അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇതെല്ലാം കൂടാതെ ഒരു ഭക്തിയുണ്ട്, അതാണ് വിപരീത ഭക്തി. വിപരീത ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് രാവണന്, കംസന്, പൂതനയൊക്കെ ഭഗവാനെ കൊല്ലാനാണ്. അവർക്കൊക്കെ ഭഗവാനെ കാണണം, കണ്ടുപിടിക്കണം, ഭഗവാനെ കൊല്ലുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് വിപരീത ഭക്തി എന്ന് പറയും. അങ്ങനെ വിപരീത ഭക്തിയായിരുന്നു നമ്മുടെ പൂതനയ്ക്കുണ്ടായത്. വിപരീത ഭക്തിയുടെ രൂപമായിട്ട് വേണം നമ്മൾ രത്നമാലയുടെ പുനർജന്മമായ പൂതനയെ കാണാൻ. പേര് തന്നെ ആ ഒരു വിശേഷമായ അർത്ഥസൂചന, പൂതന. പൂത നമ്മൾ പറഞ്ഞിട്ടില്ലേ, പൂതാത്മാ പരമാത്മാജ മുക്താനാം പരമാവധി എന്നൊക്കെ നമ്മൾ ശാസ്ത്രത്തിലേക്കും. പൂതാത്മാ, പൂത പറഞ്ഞാൽ പവിത്രമായ ശുദ്ധമായ ആത്മാവാണ്.
അങ്ങനെ പൂതം അല്ലാത്തതിനെ പൂതന എന്നാണ്, പൂതന എന്ന് പറയുന്നത്, പൂതമല്ല. അപ്പോൾ പൂതയല്ലാത്തവൾ, അതായത് പരിശുദ്ധയല്ലാത്തവൾ എന്നർത്ഥം. അപ്പോൾ ഏതെങ്കിലും കുറവില്ലാത്ത മനുഷ്യജന്മമില്ല, നമുക്കെല്ലാം എന്തെങ്കിലും കുറവ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ കുറവ് നമ്മളെല്ലാം പൂതമല്ലാതാക്കും. എന്നാൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണമായ തമേളനമാണ്. അതായത് പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുറവ് പരിഹരിക്കുക. ഒരാൾക്ക് കണ്ണ് കാണത്തില്ല, ചെവി കേൾക്കത്തില്ല, അല്ലെ വികലാംഗനാണ്, ആ കുറവിനെ നമ്മൾ മാനിക്കരുത്. അത് വേറെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇതാണ്. പക്ഷേ പരിപൂർണമായി മനസ്സിൽ ഭഗവാനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു തത്വം ഉൾക്കൊണ്ട് ആ കുറവ് പരിഹരിക്കുക. ധ്യാനസ്ഥരായിരുന്ന നല്ല ഈശ്വരതത്വം അറിയുന്ന സായുജ്യമടയുന്ന ഋഷിമാരുണ്ട്, പിന്നെ സാധാരണക്കാർ ഒക്കെ, ഇവരൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ പൂതനാമോക്ഷം കഥയും നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കുറവുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ആകണ്ട, പൂതമല്ല എന്ന് വിചാരിക്കേണ്ട, അതെല്ലാം ഭഗവാൻ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇനി ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഭക്തിവാസനയുമായിട്ടാണ് പൂതന ജനിച്ചത്. കാരണം പൂർവ്വജന്മത്തിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭഗവാനെ കണ്ടപ്പോൾ അങ്ങനെ ആ ഒരു ഉള്ളിൽ കിടന്ന ആ ഒരു വാസന കൊണ്ടാണ് പിന്നീട് ഈ അസുരകുലത്തിൽ വന്ന് ജനിക്കുന്നത്. അത് വിപരീത ഭക്തിക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ചെന്നുപെട്ടു. അതാണ് കംസൻ കടുത്ത് ചെല്ലാൻ പറ്റിയത്. ശരി, നീ പോയി കൊല്ല ആദ്യം ഭഗവാനെ, അവർക്ക് തന്നെ അതിനുള്ള നിനക്ക് വീണു, ആദ്യം നിനക്ക് തന്നെ ചാൻസ്, പോയി ഭഗവാനെ കൊല്ലു. ആ ഒരു ഭക്തി ഉള്ളത് കൊണ്ടാണ് ആ കംസ സാമീപ്യം കിട്ടിയത്. ആ രീതിയിലുള്ള യാത്രയ്ക്ക് അത് ആക്കം കൂട്ടി. അതായത് നമ്മൾ വിപരീത ഭക്തിക്ക് ആക്കം കൂട്ടി. വേഗം എനിക്ക് എങ്ങനെ കണ്ടുപിടിച്ച് കൃഷ്ണനെ കൊല്ലണം എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് എത്രയും വേഗം പൂതന കൃഷ്ണസന്നിധിയിൽ എത്തിച്ചതും കംസനാണ്, എത്തിയതുമാണ്. അങ്ങനെ അവർക്ക് മോക്ഷവും കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്, ഏതു ഭാവത്തിൽ ഹരിസ്പർശം കൊതിച്ചാലും മുകുന്ദൻ മോക്ഷം നൽകുമെന്നാണ് പറയുന്നത്. സദ്ഭാവേനവ കുഭാവേനവ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, തീയെ അറിയാതെ നമ്മൾ തൊട്ടാലും പൊള്ളും, അറിഞ്ഞു തൊട്ടാലും പൊള്ളും. തീയുടെ ഒരു അഗ്നിയുടെ ഒരു ഇതാണ്. അതുപോലെയാണ് ഭഗവാനെ ഏതു ഭാവത്തിൽ നമ്മൾ കൊതിച്ചു കഴിഞ്ഞാലും ഭഗവാനും, നീചഭാവത്തിലായാലും ഈശ്വര സാന്നിധ്യമോ ദർശനമോ സ്പർശനമോ എന്ത് കൊതിച്ചു കഴിഞ്ഞാലും അവർക്ക് പാപമോചനം വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് കംസാജ്ഞയനുസരിച്ച് ശ്രീകൃഷ്ണനെ നശിപ്പിക്കാൻ പൂതന പുറപ്പെട്ടു. നാശശക്തിയുടെ പ്രേരണ പൂതമല്ലാത്ത മാർഗത്തിൽ കൂടി സഞ്ചരിക്കാൻ അവളെ ഇടയാക്കി. സ്ഥലങ്ങളിൽ പുറത്തിരിക്കുന്ന കാളകൂട സദൃശ വിഷം ദുഷ്ടമനസ്സിൻ്റെ പ്രതീകമാണ്. പക്ഷേ അത് ഈശ്വരനുള്ള നിവേദ്യമായിട്ടാണ് ഭവിക്കുന്നത്. ഭഗവാൻ അത് നിവേദ്യമായിട്ട്, അതായത് എന്തും ഈശ്വരനായിട്ട് നമുക്ക് അർപ്പിക്കാം. അർപ്പിത വസ്തു ഭഗവാൻ സ്വീകരിക്കുന്നതോടെ അത് അമൃതമായിട്ട്, നമ്മൾ തന്നെ ഭഗവാൻ തന്നെ നമ്മൾ പൂജ കഴിഞ്ഞതിന് ശേഷം നിവേദ്യം കൊടുക്കണം. ആദ്യം ഓം അമൃതം ഭവ എന്നാണ് പറയുന്നത്, അമൃതമാക്കിയിട്ടാണ്. അപ്പോൾ അത് അമൃതമായിട്ട് മാറുകയാണ്. അപ്പോൾ എന്ത് നിവേദ്യവും ഭഗവാൻ സ്വീകരിച്ചാൽ അത് അമൃതമായിട്ടിങ്ങനെ. അങ്ങനെ പൂതന പൂതയായി മാറുന്നു. പൂതനയായിരുന്നു, ഇപ്പോൾ അവൾ പൂതയായി മാറുന്നത്. അങ്ങനെ ആ വിഷത്തെയും അമൃതാക്കി മാറ്റി ആ ഒരു ഭക്തിരസായന വിദ്യ, അതാണ് പൂതന മോക്ഷ കഥയിൽ നമ്മുടെ ഒരു രസാമൃതം. ഇതാണ് പൂതന മോക്ഷം കഥ. ഇത് നമ്മുടെ ഇന്നത്തെ സത്സംഗത്തിൻ്റെ ആദ്യത്തെ ഭാഗം കഴിയുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ്. വിശദമായിട്ട് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് ആർക്കെങ്കിലും എന്തൊക്കെ അറിയണമെന്നുള്ള ആഗ്രഹം നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഒരു ലിമിറ്റേഷൻ. നമ്മുടെ സത്സംഗത്തിൻ്റെ രണ്ടാമത്തെ ഭാവം ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് മുക്കോലക്കാവ് മൂക്കുതല ഭഗവതിയെക്കുറിച്ചായിരുന്നു. ഈ പ്രാവശ്യം പറയുന്നത് ഇരുനിലം കോട്ടപ്പൻ, മുള്ളൂർക്കരയ്ക്കടുത്ത്. ഇവിടെ നമ്മുടെ ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് ഷൊർണൂർ നിന്ന് ലെഫ്റ്റ് പോയി കഴിയുമ്പോൾ ഏതാണ്ടൊരു 40 കിലോമീറ്റർ പോകുമ്പോൾ മുള്ളൂർക്കര എന്നൊരു ജംഗ്ഷൻ വരും, ചെറിയ ജംഗ്ഷൻ. അതിനടുത്തൊരു സ്റ്റേഷനുണ്ട്. അവിടുന്ന് റൈറ്റിലോട്ട് ഒരു 2-2.5 കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് ഈ ക്ഷേത്രം, ഇരുനിലം കോട്ടപ്പൻ്റെ ക്ഷേത്രം വരുന്നതാണ്. അത് ഞാൻ പറയാം, അത് വിശദമായിട്ട് പറഞ്ഞു. അവിടെയാണ് ഈ ക്ഷേത്രം. ഇത് തൃശ്ശൂർ ജില്ലയിൽ മുള്ളൂർക്കര പഞ്ചായത്തിൽ ഒരു ചെറിയ ഗ്രാമമാണ് ഇരുനിലക്കോട്. ഏകദേശം 100 ഏക്കറിൽ കൂടുതൽ വിസ്തീർണമുള്ള ഒരു വലിയ പാറയുണ്ട് അവിടെ. 100 ഏക്കർ അത്ര വിസ്തീർണമുള്ള വലിയ പാറയാണ്. ഈ പാറയുടെ മുകളിൽ മുനിമാർ പണ്ട് വസിച്ചിരുന്നു. മുനികാലങ്ങളുണ്ട്, അത് ഞാൻ ഇതിൻ്റെ അവസാനം അത് പറയുന്നുണ്ട്.
അവിടെ താമസിച്ചിരുന്ന മുനിമാർ താഴെ ഈ ഗുഹയിൽ ഒരു ചെറിയൊരു പാറയിലൊരു ഗുഹ പോലെ കൊത്തി ഉണ്ടാക്കി. ഇത് ഏതാണ്ടൊരു 4000 വർഷം മുമ്പാണ്. അന്നാണ് നമ്മുടെ അയൺ ഏജൊക്കെ വരുന്നത്. അന്ന് ഇരുമ്പ് ഉള്ളതാണ്. അപ്പോൾ അവർക്ക് ഇത് കൊത്തി ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം. അങ്ങനെ അവർ കൊത്തി ഉണ്ടാക്കി. അത് ഏതാണ്ടൊരു ഏകദേശം 3 മീറ്റർ നീളമുണ്ട്, ഒരു 2 മീറ്റർ വീതിയുണ്ട്, 2.5 മീറ്റർ ഉയരമുണ്ട്. ഒരു വലിയൊരു ഇത് കൊത്തിയെടുത്തിരിക്കുകയാണ്. അവിടെ അവർ ഒരു ദക്ഷിണാമൂർത്തി ഭഗവാൻ ശിവൻ്റെ ഒരു പ്രത്യേക രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. 4 തൃക്കരങ്ങളും ഒക്കെ ആയിട്ട്. അതായത് ഈ വിഗ്രഹം ചുമരിൽ കൊത്തിവെച്ചേക്കുന്നതല്ല, വിഗ്രഹമായിട്ടല്ല, ആ കല്ലിലിങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നതാണ്. ഒരു പീഠത്തിൽ ഉപവിഷ്ടനായി തല അല്പം മുകളിലോട്ട് ഉയർത്തി ശരീരം അല്പം പിന്നോട്ട് ചരിച്ച് ഇടതുകാൽ വലതുകാലിൽ കയറ്റി വെച്ച് അഗ്നികോണിലോട്ട് ദൃഷ്ടി ഉറപ്പിച്ച മനോഹരമായ ഒരു ചതുർബാഹു രൂപമാണ് ഭഗവാന് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. വലത് കൈകളിൽ പുസ്തകവും അമൃതകലശവും, ഇടതു കൈകളിൽ ജപമാലയും ജ്ഞാനമുദ്രയും കാണാം. ഈ ഭാവത്തിലുള്ള ഈ രൂപത്തിലുള്ള ഒരു ഭഗവത് രൂപം വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ എങ്ങുമില്ല. ഈ ഒരു രൂപത്തിൽ, ഈ ഒരു ഭാവത്തിൽ എങ്ങും ഇല്ല. തപോനിഷ്ഠനായ ഒരു യോഗിക്ക് ദക്ഷിണാമൂർത്തി ദർശനം കൊടുത്തുവെന്നും ആ ദർശനം കിട്ടിയത് ആ പാറയിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ നിന്ന് ആ പാറയിൽ പതിഞ്ഞു, അതേ ഭാഗത്ത് രൂപാന്തരപ്പെട്ടു എന്നുമാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഇത് നേരത്തെ നമ്മൾ കണ്ടത് അലങ്കരിച്ച വിഗ്രഹമാണ്, അലങ്കരിക്കാത്ത വിഗ്രഹമാണ് ഈ കാണുന്നത്. എങ്കിലും ഇത് കൂടാതെ ഈ ശ്രീകോവിലിനുള്ളിൽ തന്നെ വിഷ്ണുവുണ്ട്, ദേവിയുണ്ട്, വേറൊരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ വർഷങ്ങളായിട്ട് അനുസരിച്ച് ഉയരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ദേവതാ രൂപങ്ങളും ഇതേ ശ്രീകോവിലിനകത്ത് തന്നെ അവർ കൊത്തിവെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ശൈവ വൈഷ്ണവ ശാക്തേയ തേജസ്സുകളുടെ ഒരു സംഗമസ്ഥാനമാണ് ഇതെന്ന് നമുക്ക് പറയാം. വിഷ്ണുവുണ്ട്, ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട്, എല്ലാം ഉണ്ട്, ദേവിയുണ്ട്, അതെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജാതിമത ഭേദമന്യേ ആർക്കും ഇവിടെ ദർശനം നടത്താം. ഏതാണ്ട് 3500-4000 വർഷം മുമ്പ് മുനീശ്വരന്മാർ ഇവിടെ വസിച്ചിരുന്നു എന്നതിന് തെളിവാണ് പാറ മുകളിലെ മുനിയറകൾ. അത് ഞാൻ അതിൻ്റെ ഫോട്ടോകൾ കാണിക്കാം. ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞു 100 ഏക്കർ വിസ്തീർണം പറഞ്ഞ പാറയുടെ മുകളിലാണ് 1 ഏക്കറോളം പരന്ന് കിടക്കുന്ന സ്ഥലമാണുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രം എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 300 വർഷം മുമ്പ് പാറയുടെ അടിവാരങ്ങളിൽ പുല്ലരിയാനായിട്ട് സ്ത്രീകളൊക്കെ പോകും, പുല്ലരിയാനായിട്ട്. അപ്പം മഴയിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ അവർ രക്ഷ നേടാനായിട്ട് ഈ ഒരു ഗുഹയിലാണ് കയറി ഇരിക്കുന്ന പതിവ്. അപ്പോൾ ഒരിക്കൽ അവരിങ്ങനെ പോയപ്പോൾ വലിയൊരു മഴ പെയ്തപ്പം കുറച്ച് ആൾക്കാർ അവിടെ കയറി നിന്നപ്പോൾ ഒരു സ്ത്രീ അപ്പം വെറുതെ നിൽക്കില്ല, അവൾ പുല്ലരിയുന്ന കത്തിക്ക് മൂർച്ച കൂട്ടാം എന്ന് വിചാരിച്ച് അവിടെ കണ്ട ഒരു കല്ലിങ്ങനെ ഉരച്ചു. ഉരച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ കത്തിയിൽ ചോര കണ്ടു. അയ്യോ ഇതെന്താണെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, പുല്ലേ ഉള്ളൂ. അവരൊക്കെ അത് മാറ്റി നോക്കിയപ്പോൾ ഒരു കല്ലിന് ചോര ഉണ്ട്. അവർ ഭയന്ന് ഓടിപ്പോയിട്ട് അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചൊന്നു. ആൾക്കാരെല്ലാം കൂടി നോക്കി കഴിഞ്ഞ് പുല്ലൊക്കെ മാറ്റിയിടാൻ നോക്കി കഴിയുമ്പം ഈ ഒരു ഭഗവാന്റെ ഈ രൂപം, നമ്മുടെ ഈ കാണുന്ന രൂപം അവിടെ കണ്ടു. അവർക്ക് ആകെ ഭയമായി കഴിഞ്ഞ് അപ്പം തന്നെ അവിടെ ഉള്ളവരുടെ പൂജകൾ അറിയാവുന്നവർ അറിയാത്തവർക്ക് എന്തായാലും ഒരു വിളക്കുമൊക്കെ കത്തിച്ച് വെച്ചു, അവിടെ ചെയ്തു. ഒരു പപ്പടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് അവർക്ക് നിവേദ്യം കൊടുക്കാൻ പറ്റിയത്. എന്നിട്ട് അവർ ആദ്യം ചെയ്യാൻ പറ്റുന്നത്, അന്ന് ഈ കൊച്ചി രാജാവിൻ്റെ പാലിയത്തച്ഛൻ ഉണ്ട്. അവരാണ് ഈ പ്രത്യേകിച്ച് പാലിയം ഗ്രൂപ്പ് പാലസ്, അവർ ഈ അമ്പലങ്ങളുടെ എല്ലാം നമ്മുടെ ദേവസ്വം ബോർഡ് പോലെ അന്ന് പാലിയം ഗ്രൂപ്പാണ്. അപ്പോൾ അവർ ആദ്യം ചെയ്യാൻ പറ്റുന്ന അവർ പാലിയത്തച്ഛനെ പോയി അറിയിച്ചു. പാലിയത്തച്ഛൻ അവിടെ അദ്ദേഹത്തിൻ്റെ കുറേ പൂജാരികളെ അവരെയൊക്കെ വിട്ടു. ഇവിടെ വന്ന പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ അവർക്ക് ഇതെല്ലാം അറിയാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ പാലിയം ഗ്രൂപ്പ് അവിടെ ഒരു അമ്പലമായിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ അമ്പലമായിട്ട് അവിടെ പണിഞ്ഞ് സ്റ്റെപ്പുമൊക്കെ പണിഞ്ഞ് ഒരു ചെറിയ മറമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിത്യപൂജയ്ക്ക് വേണ്ട ആളും ഒക്കെ പാലിയം ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇപ്പം പാലിയം ഗ്രൂപ്പിൽ നിന്ന് ഒരു 10-18 വർഷമായിട്ട് ലോക്കൽ ആൾക്കാരുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത, ഈ പാലിയം ഗ്രൂപ്പ് എന്നുള്ള സമയത്ത് നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അന്തേവാസ മന്ദിരം പ്രായമായവർക്ക് താമസിക്കാൻ ഒരു 100 പേർക്ക് വരെ ഈ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രീ ആണ് അവിടെ നമുക്കൊക്കെ പോയി ഞാനും പോയിട്ട് അന്നദാനമൊക്കെ നടത്തിയിട്ടുണ്ട്. അന്നദാനമാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട്. നല്ലൊരു ആംബിയൻസാണ് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ.
പ്രത്യേകിച്ച് ആൾക്കാരെല്ലാം വരും. എല്ലാവർക്കും വന്ന് ഭക്ഷണം കൊടുത്തിട്ട് ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷമേ ഭഗവാനെ നേദിക്കൂ. സാധാരണ എല്ലാവർക്കും ഭഗവാനെ നേദിച്ചിട്ട് നമുക്ക് തരും. ഇതങ്ങനെയല്ല, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഭഗവാൻ കൊടുക്കൂ എന്നുള്ളതാണ്. ഇതാണ് ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ പറഞ്ഞു, ഇത് പണിഞ്ഞതും ഇത് ഉണ്ടാക്കിയതൊക്കെ മുനിമാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ മലയുടെ മുകളിലത്തെ ചരിത്രങ്ങളോട് നോക്കാം. ഇത് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഈ ഗുഹയും പരിസരവും ഒക്കെ മഹായോഗികളായ മുനിമാരുടെ ഇതിലായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അവർ അനുഷ്ഠിച്ച കഠിന തപസ്സിൻ്റെ ഫലവും ഒക്കെ ഇന്നും ഈ പ്രദേശത്ത് ആ ചൈതന്യമൊക്കെ നിൽക്കുന്നു. ഇതൊക്കെ ആ ചൈതന്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേയിൽ അവരുടെ കൺട്രോളിലാണ് അതുള്ള ആ മലയൊക്കെ. ആ മുകളിലോട്ട് പോയി ഞാൻ കാണിക്കാം. ഇതാണ് 100 ഏക്കർ വിസ്താരമുള്ള ആ ഒരു പാറ. ഇത് നമ്മൾ ഈ സൈഡിൽ കൂടെ കയറി പോകുന്നൊരു വഴിയുണ്ട്. കുറച്ച് പ്രയാസമാണ്, എങ്കിലും മഴക്കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ലിപ്പറി ആയിരിക്കും. അല്ലാത്തപ്പോൾ നമുക്ക് കയറാം, കുറച്ച് വളരെ സൂക്ഷിച്ച് കയറാവുന്നതാണ്. അങ്ങനെ കയറി നമ്മൾ ഈ വഴിയെ കൂടെ കയറി, അതായത് ഞങ്ങൾ പോയിട്ട് ഇറങ്ങി വരുന്നതാണ്. മേളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലം അന്നത്തെ മുനിമാർ പൂജിച്ചിരുന്ന ഒരു ശിവലിംഗമാണ്. അവരൊരു അമ്പലം ഉണ്ടാക്കിയിട്ട് ഒരു മുനിയറ ഉണ്ടാക്കി, ആ മുനിയറ ഒരു ഗുഹ പോലെ ഉണ്ടാക്കി, അതിനകത്തൊരു വിഗ്രഹവും ആ വിഗ്രഹത്തിൽ ഒരു പൂജയും ഒക്കെ ഉണ്ട്. ഇത് എന്നും രാവിലെ താഴേന്ന് തിരുമേനി മേളിൽ പോയി പൂജ കഴിക്കും. ഇവിടം വരെ നമുക്ക് എൻട്രി ഉണ്ട്. നമുക്കവിടെ പോവുകയോ ഒക്കെ ചെയ്യാം, തൊഴുകയോ ഒക്കെ ചെയ്യാം. ഇതിനപ്പുറത്തോട്ട് നമുക്ക് എൻട്രി ഇല്ല. ഇവിടം വരെ നമുക്കുണ്ട്. അവിടെ അങ്ങനെയുള്ളൊരു സൗകര്യങ്ങളുണ്ട്. ഇത് കൂടാതെ തന്നെ അന്ന് അവർ പ്രദർശിച്ചിരുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരിതുണ്ട്. പിന്നെ താഴെ ഒരു കല്ലിൽ ശിവലിംഗം കൊത്തി വെച്ചിട്ട് അങ്ങനെ ചില പൂജകളൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 10-15 വർഷത്തിന് മുമ്പ് ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തിയപ്പോൾ അവിടെ മേളിൽ ശിവസാന്നിധ്യത്തിൽ ജലസാന്നിധ്യം ഉണ്ടല്ലോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇല്ല, അത് മേളിൽ പാറയാണ്, ജലമൊന്നും ഇല്ല. അഷ്ടമംഗലത്തിൽ പറഞ്ഞു ഉണ്ട്. അവിടുന്ന് ഭഗവാന്റെ അമ്പലത്തിൻ്റെ ഇത്ര അടി ദൂരം മാറി, ഇത്ര വടക്കോട്ട് മാറി, ഇടത്തോട്ട് മാറി അവിടെ ജലസാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ അവിടെ പോയിട്ട് കയറി അവർ നോക്കിയപ്പം മണ്ണെല്ലാം കൂടെ അടിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. എന്തായാലും അവിടെ കുറച്ച് മരങ്ങളും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടെ നോക്കാമെന്ന് ചോദിച്ച് മണ്ണൊക്കെ മാറ്റി നോക്കിയപ്പോൾ അവിടെ നല്ലൊരു കിണറാണ്, ഒരിക്കലും ഈ മാർച്ച് ഏപ്രിൽ മെയ്യിൽ പോലും അവിടെ ജലം പറ്റത്തില്ല. നല്ല ശുദ്ധജലം. ഞാൻ പോയിട്ട് അവർക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇറങ്ങിയെടുത്ത് ആ തീർത്ഥം നമുക്ക് കഴിക്കാം, കൂടെ വരുന്നവർക്ക് കൊടുക്കാം. നല്ലൊരു ആംബിയൻസാണ്. അത് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന നല്ലൊരു, എനിക്കൊന്നും നിങ്ങൾക്കൊക്കെ കയറാൻ പറ്റും, നമുക്കൊക്കെ ഞാനൊക്കെ പോകുന്നതാണ്, കുഴപ്പമില്ല. ഇത് നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ആംബിയൻസ് ഇങ്ങനെയാണ്. നല്ല 100 ഏക്കറിന് മേളിൽ 1 ഏക്കർ പരന്ന് കിടക്കുന്നു. താഴെയെല്ലാം നമ്മൾ കാണും. അവിടെ പോയിരുന്ന ഏറ്റവും ഭംഗിയായിട്ടുള്ള, ഞാനും കുട്ടികളും വരുവാനൊക്കെ പോയിട്ട് നമ്മൾ ധ്യാനത്തിലിരിക്കാൻ, ആ ഫോട്ടോ ഞാൻ ഇട്ടില്ല, കാരണം ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഫോട്ടോയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ആ അമ്പലത്തിൻ്റെ മുമ്പിൽ നമുക്കിങ്ങനെ ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം മറന്നു പോകും. നമ്മളവിടെ അല്ല എന്ന് നമുക്ക് തന്നെ തോന്നും. നമ്മളുടെ ഭാരമൊക്കെ പോവും. വല്ലാത്ത ഒരു നല്ലൊരു ആംബിയൻസ്, ഭയങ്കര ഈശ്വരശക്തി, ഈശ്വര ചൈതന്യം എന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആംബിയൻസാണ് അവിടെ ഉള്ളത്. ഇവിടെ നമുക്കൊരു 40 കിലോമീറ്റർ, 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മുനിയറയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മുനിമാരുണ്ടായിരുന്ന ആ പല മുനിയറകളും നശിച്ചു പോയി. ഇപ്പോൾ ഈ മഴയും അതും ഇതും വെയിലും കൊണ്ട് 1, 2, 3 ഇതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കൂടുതൽ കേരളത്തിൽ മുനിയറകളുള്ളത് ഏതാണ്ട് നമ്മുടെ മറയൂർ മുനിയറകളെന്ന് പറയും. ഇത് നമ്മുടെ മൂന്നാറിനടുത്താണ് ഈ മറയൂർ ഗ്രാമം. അവിടെ ഇപ്പോഴും നിറയെ മുനിയറകൾ പഴയ ഇങ്ങനെയാണ് പണ്ട് മുനിമാർ താമസിച്ചിരുന്നത്. മൃഗങ്ങളിൽ നിന്നും ഒന്നും അപകടമൊന്നും ഉണ്ടാകാതെ രക്ഷ നേടാനായിട്ട് അവർ കല്ലുകൾ വെച്ച് മറച്ചിട്ട് മേളിലൊരു കല്ല് വെച്ച് അറയ്ക്കും. ഇതാണ് അവരുടെ ഒരു രീതി, മുനിയറകൾ ഉണ്ടാക്കുന്നത്. ഇത് അവർക്ക് ഇരിക്കാം, ഇങ്ങനെ ധാരാളമുണ്ട്. അവിടെ തന്നെ ഈ മറയൂർ മുനിയറകളിൽ പല ലിഖിതങ്ങളും ഫോട്ടോകളും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് പല രൂപത്തിലുള്ള, അതായത് അതിശയകരമായിട്ടുള്ളത് കുതിര തലയുള്ള മനുഷ്യൻ. നമ്മളെ പല അവതാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടില്ലേ, നമ്മുടെ ഹയഗ്രീവനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുതിരയുടെ തലയും മനുഷ്യ ശരീരവും ഇങ്ങനെയൊക്കെയുള്ള ചിലതൊക്കെ അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ 4000-5000 വർഷം മുമ്പ് അവർ ചെയ്തതാണ്. അവരുടേതായ ചില ലിപികളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ കുത്തിവെച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ആംബിയൻസാണ്. നമുക്കവിടെ പോകാൻ പറ്റിയാൽ നല്ലതാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ഇരുനിലം കോട്ടപ്പനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഇത്.
ഭഗവാൻ നമ്മളെ എല്ലാ അനുഗ്രഹത്തെ ദക്ഷിണാമൂർത്തിയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത കൂടെ പറയാം. പ്രധാനമായിട്ട് 2 വഴിപാടുകളാണ്. ഒന്ന് പപ്പടം ചവിട്ടുക എന്ന് പറയും. പപ്പടം കാച്ചി ഒരു ഇലയിൽ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവെക്കുക. കാലിന് പ്രത്യേകിച്ച് ആണി രോഗം പോലെ അല്ലെ മുട്ടിന് താഴെ രോഗമുള്ളവർ ഈ ഭഗവാന്റെ മുമ്പിൽ നിന്ന് തൊഴുതുകൊണ്ട് ഈ പപ്പടം ചവിട്ടി പൊട്ടിക്കുക. ഇതാണ് അവിടുത്തെ ഒരു പ്രധാന വഴിപാട്. ഇത് കുറേ ആൾക്കാർ ദിവസവും ചെയ്യാറുണ്ട്. വേറെ ഒന്ന് ചൂല് വഴിപാട്. ചൂലെന്ന് പറഞ്ഞാൽ അവിടെ ചൂല് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് സ്ത്രീകൾ പോയിട്ട് അവർക്ക് തലമുടി വളരെ കൂടുതൽ വളരാനായിട്ടും അല്ല അതിൻ്റെ തലമുടിയുടെ ഇതൊക്കെ മാറാനായിട്ട് ആ ചൂല് വാങ്ങിച്ചിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഉഴിഞ്ഞിട്ട് അത് ഭഗവാൻ അവിടെ സമർപ്പിക്കും. ചൂല് വഴിപാട്. ഇത് രണ്ടുമാണ് പ്രധാന വഴിപാട്. പിന്നെ അന്നദാനം നമുക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരാൾക്ക് 10 രൂപ 100 രൂപ എത്ര വരെ നമുക്ക് കൊടുക്കാം. അതെല്ലാം അവിടെ കൃത്യമായി ഞാനൊരു 5 പ്രാവശ്യമെങ്കിലും പോയി. 5 പ്രാവശ്യം പോയിട്ട് അവിടെ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ നല്ലൊരു ഇതാണ്. അത് മറ്റൊരു കൊമേഴ്സ്യൽ ഇത് വന്നിട്ടില്ല ഇതുവരെ അവിടെ. നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും നല്ലൊരു സംഗതിയാണ്. നമുക്ക് വേണം ഒരിക്കൽ പ്ലാൻ ചെയ്യാൻ പോകാൻ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ഭഗവാന്റെ ഒരു പാട്ട് നമ്മുടെ मथुरा में